യൂറിനിൽ ബ്ലഡ് കണ്ടാൽ പേടിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. നമുക്ക് യൂറിനിൽ ബ്ലഡ് വരിക എന്ന് പറയുന്നത് നമുക്ക് പല കാരണങ്ങളുണ്ട്. നമ്മുടെ കിഡ്നിയിൽ നിന്ന് ആവാം, നമ്മുടെ മൂത്രസഞ്ചിയിൽ നിന്നാവാം, മൂത്രം ഒഴുകി വരുന്ന ട്യൂബുകളിൽ നിന്നാവാം. അപ്പം ഇതിന് കാരണമായിട്ട് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കാണാറ് കിഡ്നിയിലോ അല്ലെങ്കിൽ മൂത്രസഞ്ചിയിലോ ഒക്കെ ഉള്ള കല്ലുകളൊക്കെ. പിന്നെ നമ്മൾ കാണാറെന്ന് വെച്ചാൽ നമുക്ക് മൂത്രം പോകാനായിട്ട് തടസ്സമുള്ള പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് എൻലാർജ്മെന്റ് ഉള്ള ആൾക്കാരിൽ ചിലപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ നിന്നാവാം ബ്ലീഡിങ്. ഇത് കൂടാതെ നമുക്ക് വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യം, നമ്മുടെ കിഡ്നി അല്ലെങ്കിൽ മൂത്രസഞ്ചി ഇവിടെയൊക്കെ എവിടെയെങ്കിലും ചെറിയ ഗ്രോത്ത് ഉണ്ടെങ്കിലും ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഈ ബ്ലീഡിങ്ങിൻ്റെ അളവ് അല്ലെങ്കിൽ തീവ്രത വെച്ചുകൊണ്ടാണ് നമ്മളിതിനെ പറയാറ്. അപ്പം ചെറിയ ബ്ലീഡിംഗ് ഒക്കെ ഉള്ളതെന്ന് വെച്ചാൽ മൂത്രത്തിൽ രക്തം കലർന്നൊക്കെ പോകുന്നതൊക്കെ ആ ഒരു കളർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി അത് ബ്ലീഡിങ്ങിൻ്റെ അമൗണ്ട് കുറവാണെന്നുള്ളതാണ്. അതേസമയം നമുക്ക് ഈ യൂറിൻ പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് രക്തത്തിൻ്റെ കട്ടയായിട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇച്ചിരി നമ്മുടെ ബ്ലീഡിങ്ങിൻ്റെ തീവ്രത കൂടുതലാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ നമുക്ക് ഈ ബ്ലീഡിങ് വെച്ചുകൊണ്ടാണ് ഒത്തിരി ആൾക്കാരിൽ കണ്ടുപിടിക്കാറ്. അപ്പം ബ്ലീഡിങ് ഉള്ളത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. എസ്പെഷ്യലി വേദനയൊന്നും ഇല്ലാത്ത ബ്ലീഡിങ് ആണെങ്കിൽ അത് കൂടുതൽ ഡേഞ്ചറസ് ആണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ കൂടുതൽ അമൗണ്ട് അല്ലെങ്കിൽ കൂടുതൽ തീവ്രതയുള്ള ബ്ലീഡിങ്, കൂടുതൽ കട്ടക്കട്ടയായിട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ അത് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ബ്ലീഡിങ് അങ്ങനെ എന്തെങ്കിലും യൂറിനിലുണ്ടെങ്കിൽ ലാഘവത്തോടെ എടുക്കാൻ ഒരിക്കലും ഞാൻ പറയില്ല. ഉറപ്പായിട്ടും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക, ആവശ്യമുള്ള ടെസ്റ്റുകൾ ചെയ്ത് വേറെ കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളത് നമുക്ക് ഒന്ന് ഉറപ്പാക്കേണ്ടി